കോഴിക്കോട് വടകരയിൽ ശുചീകരണ ജോലിക്കിടെ സ്ത്രീയുടെ കാൽ ഇരുമ്പ് കൈവരികൾക്കിടയിൽ കുടുങ്ങി. ഒഞ്ചിയം സ്വദേശിനി ചന്ദ്രികയുടെ കാലാണ് കുടുങ്ങിയത്. ഫയർഫോഴ്സ് എത്തുന്നത് വരെ താഴേക്ക് വീഴാതെ വീട്ടമ്മയെ നാട്ടുകാരാണ് താങ്ങി നിർത്തിയിരുന്നത്. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ലിനറ്റ് വർഗീസ് ചേരുന്നു. ലിനറ്റ്, എങ്ങനെയാണ് ആ ഒരു അപകടം അവിടെ സംഭവിച്ചത്? ഏതായാലും സമയോചിതമായ ഇടപെടൽ കാരണം വലിയ അപകടം ഒഴിവായി എന്ന് വേണം മനസ്സിലാക്കാൻ. തീർച്ചയായും ലക്ഷ്മി, വലിയൊരു അപകടത്തിൽ നിന്നാണ് ഈ ഒരു സ്ത്രീ രക്ഷപ്പെട്ടത്. ഇന്ന് രാവിലെ 9 മണിക്കാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം കോഴിക്കോട് വടകരയിൽ സംഭവിച്ചത്. ശുചീകരണ തൊഴിലാളിയായ ഈ സ്ത്രീ ഈ ഒരു വടകരയിലെ പുത്തമ്പാണ്ഡ്യ എന്ന് പറയുന്ന സ്ഥലത്തെ ബിൽഡിംഗ് ക്ലീനിങ്ങിനിടെയാണ് ഇതുപോലെയുള്ള കൈവരിക്കിടയിൽ കാലുകൾ കുടുങ്ങിയത്. ഈ കാല് കുടുങ്ങിയ സമയത്ത് തന്നെ അടുത്തുള്ള ആളുകളൊക്കെ തന്നെ ഓടിക്കൂടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ കാല് വലിക്കാൻ ശ്രമിക്കുന്നതിനിടെ അവിടെ കുടുങ്ങുകയാണ് ഉണ്ടായത്. അതിനുശേഷം നാട്ടുകാരൊക്കെ തന്നെ അതിവേഗത്തിൽ അവരെ പിടിച്ചു നിർത്തുന്നത് കൊണ്ട് മാത്രമാണ് ആ ഒരു സ്ത്രീയുടെ ജീവൻ തന്നെ രക്ഷപ്പെട്ടത്. കാരണം 2ാം നിലയിലാണ് ഇത്തരത്തിൽ ഇങ്ങനെ കാല് കുടുങ്ങി ആ സ്ത്രീ തൂങ്ങി നിന്നത്. ആ ഒരു സമയത്ത് നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടൽ മൂലമാണ് ഈ ഒരു സ്ത്രീയുടെ ജീവൻ തന്നെ രക്ഷപ്പെടുത്താൻ സാധിച്ചതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം വടകരയിലെ ഫയർഫോഴ്സ് ഉടൻ തന്നെ സ്ഥലത്തെത്തുകയും ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് കൈവരികൾ മുറിച്ചാണ് വീട്ടമ്മയെ രക്ഷപ്പെടുത്തിയത്. അതിനുശേഷം ഈ സ്ത്രീയെ ഉടൻ തന്നെ വടകര താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായിരിക്കുന്നത്. കാലിന് നേരിയ മുറിവ് മാത്രമാണ് ഉണ്ടായത് എന്നത് ആശ്വാസകരമായ കാര്യം തന്നെയാണ്. ലിനറ്റ് വർഗീസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും ഒരു സമയോചിതമായ ഇടപെടൽ കാരണം ഒരാളുടെ ജീവൻ രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. വലിയ അപകടം ഒഴിവായിരിക്കുകയാണ്. ഒഞ്ചിയം സ്വദേശിനി ചന്ദ്രികയുടെ കാലാണ് ശുചീകരണ ജോലി ചെയ്യുന്നതിനിടെ ഗ്രില്ലിനകത്ത് കുടുങ്ങിപ്പോയത്. അവരെ പിന്നെ താഴേക്ക് വീഴാതെ നാട്ടുകാർ താങ്ങി നിർത്തുന്നതും നമ്മൾ കണ്ടു. ഏറ്റവും സമയോചിതമായൊരു ഇടപെടൽ തന്നെ അവിടെ ഉണ്ടായിരിക്കുന്നു. കോഴിക്കോട് നിന്ന് ലിനറ്റ് വർഗീസാണ് വിവരങ്ങൾ പങ്കുവച്ചത്.